ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഷഹ്റു റജബിൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ. റജബ് മാസം ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ധാരാളമായി പൊറുക്കൽ ചോദിക്കേണ്ട മാസം. ഷഅബാൻ സ്വലാത്തിന്റെ മാസമാണ്. റമളാൻ ഷഹ്റു തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. അപ്പോൾ റജബ് മാസത്തിൽ ധാരാളമായി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് പാപങ്ങളെല്ലാം പൊറുപ്പിച്ച് അങ്ങനെ ഷഅബാനിലേക്ക് കടന്ന് മുത്തുനബിയുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി അങ്ങനെ നല്ല മനസ്സോടെ സ്ഫുടീകരിക്കപ്പെട്ട മനസ്സോടുകൂടെ റമളാനിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നു. അള്ളാഹുവിനോട് നമ്മൾ എത്ര ധിക്കാരം ചെയ്താലും തെറ്റ് ചെയ്താലും അള്ളാഹു അതൊക്കെ പുറത്തു തരും. നമ്മൾ റബ്ബിനോട് വിനയമുള്ള ഒരടിമയായി നല്ല മനസ്സോടെ ഖേദമുള്ള മനസ്സോടെ റബ്ബിലേക്ക് മടങ്ങിയാൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഖുൽ നബിയെ അങ്ങ് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളുടെ മേലിൽ അതിക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളെ, അഥവാ തെറ്റുകൾ ചെയ്ത അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ പറയാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ധാരാളമായി പൊറുക്കുന്നവനും ധാരാളമായി കരുണ ചെയ്യുന്നവരുമാണ്. അള്ളാഹു ഇങ്ങനെ ഒരു സന്തോഷത്തോടുകൂടെ നമ്മെ മഗ്ഫിറത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക്, തൗബയിലേക്ക് ക്ഷണിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയാൻ പാടില്ല. വളരെ സ്നേഹത്തോടു കൂടെയാണ് നമ്മുടെ സ്രഷ്ടാവ് നമ്മെ വിളിക്കുന്നത്. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ. നമ്മൾ തെറ്റ് ചെയ്തിട്ടും അള്ളാഹു നമ്മെ ശകാരിച്ചുകൊണ്ടല്ല, സ്നേഹത്തോടെ വിളിക്കുകയാണ്. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, യബ്ന ആദമ, മനുഷ്യ, ഇന്നക മാ ദഅഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻ ഫീക വലാ ഉബാലി. ഓ മനുഷ്യ, നീ എന്നോട് ദുആ ചെയ്യുമ്പോഴൊക്കെ, എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴൊക്കെ ഞാൻ നിനക്ക് പുറത്തു തരും. നിന്നിൽ നിന്നുണ്ടായതെല്ലാം പുറത്തു തരും. വല ഉബാലി, ഞാൻ ഒരു വിഷയമാക്കൂല. ലൗ ബലഗത് ദുനൂബുക അനാന സമ, ആകാശം മുട്ടയെ തെറ്റുകൾ നീ ചെയ്താലും, സുമ്മ ഇസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് പൊറുക്കൽ ചോദിച്ചാൽ, ഗഫർതു ലക വല ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരും. ഞാൻ അതൊന്നും കാര്യമാക്കൂല. ഇത്രയും റബ്ബ് നമ്മെ വിളിച്ചിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കരുത്. ധാരാളമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അത് മുഅ്മിനീങ്ങൾക്കും കൂടെ ഒന്നിച്ചായാൽ നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരായി എന്നാണ്. 27 തവണ ഒരു ദിവസം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ കാന മിമ്മൻ യുസ്തജാബു ലഹും, ദുആക്ക് ഇജാബത്തുള്ളവരിൽ ഉൾപ്പെടാൻ കഴിയുമെന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അങ്ങനെ പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ റജബ് കൊണ്ട്, ഷഅബാൻ കൊണ്ട് വിജയിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റമളാനിലേക്ക് ആഫിയത്തോടെ അള്ളാഹു നമ്മെ എത്തിക്കട്ടെ.